ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ. വനം വകുപ്പ് മന്ത്രി നാളെ നിലമ്പൂരിലെത്തും. വന്യമൃഗശല്യത്തിന് പരിഹാരമായി മന്ത്രിയുടെ പ്രഖ്യാപനം കാത്ത് മലയോര ജനത. മന്ത്രി ഷിബു ബേബി ജോൺ വനം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ആദ്യമായിട്ടാണ് നിലമ്പൂരിലെത്തുന്നത്. കാട്ടാന ആക്രമണങ്ങൾ ഉൾപ്പെടെ മേഖലയിൽ രൂക്ഷമായ സാഹചര്യത്തിൽ കർഷകരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനത. നിലമ്പൂരിലെത്തുന്ന മന്ത്രി പോത്തുകൽ പഞ്ചായത്തിലെ ഉൾവനത്തിലുള്ള വാണിയമ്പുഴ ആദിവാസി ഉന്നതിയിലും കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം മാഞ്ചേരി ആദിവാസി ഉന്നതികളിലും സന്ദർശനം നടത്തും. എന്നാൽ മലയോര ജനത നേരിടുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും സമയം നൽകിയിട്ടില്ല. രാവിലെ 9:45 നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൗക്കത്ത് MLA, നിലമ്പൂർ നോർത്ത്, സൗത്ത് DFOമാർ എന്നിവരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വന്യമൃഗശല്യം ചർച്ചയായേക്കും. 2019 വനം വകുപ്പ് കർഷകരിൽ നിന്നും നവകിരൺ പദ്ധതിയിലൂടെ ഭൂമി ഏറ്റെടുത്ത 100ഓളം കുടുംബങ്ങൾക്ക് 7 വർഷമായിട്ടും പണം നൽകിയിട്ടില്ല. കൂടാതെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് വനം വകുപ്പിൽ നിന്ന് യഥാസമയം നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. വനം വകുപ്പ് മന്ത്രി നിലമ്പൂരിലെത്തുമ്പോൾ കർഷകരുമായി ഒരു ചർച്ചയും നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. A+ വിഷൻ, നിലമ്പൂർ. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines, BCom in 3 disciplines, AICTE approved, BBA and Bachelor of Travel and Management with several industry relevant add-on courses. കോളേജ് ലൊക്കേഷൻ എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പൊ എങ്ങനാ? ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just teach, we inspire. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മുത്തേടം, എടക്കര, നിലമ്പൂർ.